ഞാൻ സുബീഷാണ്. റുപ്പിമംഗ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലൂടെയും ആസ്ക് റുപ്പിമംഗ് എന്ന് പറഞ്ഞ വാട്സപ്പ് സർവീസിലൂടെയും പേഴ്സണൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് ഞാനാണ്. ഇന്നത്തെ ഈ ഷോർട്ട് വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ ആളുകൾക്ക് സ്റ്റോക്കുകളിൽ ട്രേഡ് ചെയ്യുമ്പോൾ നഷ്ടം വരുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ലിക്വിഡ് അല്ലാത്ത സ്റ്റോക്കുകൾ, പെന്നി സ്റ്റോക്കുകൾ പോലുള്ള സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുക വഴിയാണ് അവർക്ക് നഷ്ടം വരുന്നത്. അതുകൊണ്ട് നമ്മൾ മേടിക്കുമ്പോൾ ചിലപ്പോൾ മേടിക്കാനൊക്കെ ആളുണ്ടാവും, പക്ഷേ അത് വിൽക്കാൻ നേരത്ത് ഓപ്പോസിറ്റ് സൈഡിൽ ആളില്ല എന്നുണ്ടെങ്കിൽ നമ്മളത് പെട്ടുപോകാനും അല്ലെങ്കിൽ വളരെ താഴ്ന്ന റേറ്റിനൊക്കെ കൊടുക്കേണ്ടതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ വരികയും ചെയ്യാറുണ്ട്. അതാണ് ഒന്നാമത്തെ കാരണമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. രണ്ടാമത്തെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ട്രേഡ് ചെയ്യുന്ന സമയത്ത് സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ ട്രേഡ് ചെയ്യുകയാണ് നമ്മുടെ ആളുകൾ മിക്കവാറും ചെയ്യുക. അതായത് 100 രൂപയ്ക്ക് വാങ്ങിയ സ്റ്റോക്ക് 150 പോകുമെന്ന് പ്രതീക്ഷിച്ചിട്ട് നിൽക്കുമെങ്കിലും ചിലപ്പോൾ ഒരു 80-70 ഒക്കെ ആയാലും നമ്മൾ പിടിച്ചുകൊണ്ടിരിക്കും. പക്ഷേ അവസാനം അത് 30 ചിലപ്പോൾ വളരെ വലിയ നഷ്ടത്തിൽ നമുക്ക് വിറ്റ് കളയേണ്ടതായിട്ട് വരും. അപ്പോൾ എപ്പോഴും സ്റ്റോപ്പ് ലോസ് വെച്ച് ട്രേഡ് ചെയ്യുക എന്നാണ് പ്രധാനം. അടുത്ത് വളരെ വലിയ ക്വാണ്ടിറ്റിയിൽ ആളുകൾ ട്രേഡ് ചെയ്യുന്നു അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നമ്മൾ വളരെയധികം എമൗണ്ട് ബ്ലോക്ക് ആക്കുന്നത് ഒരിക്കലും ഗുണം ചെയ്യില്ല. അതിന് പകരമായിട്ട് ചെറിയ അളവിൽ ട്രേഡ് ചെയ്യാനോ ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ ശ്രദ്ധിക്കുക. പല സമയത്തായിട്ട് ഒരു പ്ലാൻ ഇല്ലാതെ ട്രേഡ് ചെയ്യുക ഇൻവെസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നു എന്നുള്ളതാണ്. നമുക്ക് എപ്പോഴും ട്രേഡ് ചെയ്യുമ്പോഴും ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴും ഒക്കെ ഒരു പ്ലാൻ ഉണ്ടാവണം. അതായത് ഇത്ര രൂപയ്ക്ക് ഞാൻ ട്രേഡ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ 100 രൂപയ്ക്ക് ട്രേഡ് സ്റ്റാർട്ട് ചെയ്തു, 110 ആയാൽ ഞാനത് കുറച്ച് വിൽക്കും, 120 ആയാൽ ഫുള്ളായിട്ട് വിൽക്കും, അല്ലെങ്കിൽ അത് 90 താഴ്ന്നു വന്നാൽ ഞാൻ 10 രൂപ നഷ്ടത്തിൽ ഞാൻ വിറ്റുപോകും. അങ്ങനെയുള്ളൊരു ട്രേഡിംഗ് പ്ലാനുമായിട്ട് വരുന്നത് എപ്പോഴും നന്നായിരിക്കും. നമ്മളുടെ ആളുകൾ ചെയ്യുന്ന മറ്റൊരു മണ്ടത്തരം എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് നഷ്ടം വന്നുകൊണ്ടിരിക്കുന്ന സ്റ്റോക്കുകളിലോ അല്ലെങ്കിൽ ട്രേഡുകളിലോ കൂടുതൽ എമൗണ്ട് ഇട്ട് ആവറേജ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ചെയ്യുന്നത് ഒരിക്കലും നല്ലതല്ല. അങ്ങനെ ചിലപ്പോൾ എന്തെങ്കിലും മോശം സിറ്റുവേഷൻ, മോശം കാരണം കൊണ്ടാണ് സ്റ്റോക്ക് താഴേക്ക് പോകുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ ആവറേജ് ചെയ്യുമ്പോൾ നമുക്ക് വലിയ നഷ്ടം തുടർന്നുണ്ടാവാനുള്ള സാധ്യതയാണ്. അതുകൊണ്ട് തന്നെ താഴേക്ക് ആവറേജ് ചെയ്യുന്ന പരമാവധി ഒഴിവാക്കുക. ഞാൻ അങ്ങനെ താഴേക്ക് ആവറേജ് ചെയ്ത് എനിക്ക് വളരെ വലിയ നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. അതിനെപ്പറ്റി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. എപ്പോഴും ഫോക്കസ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് അടുത്ത നമ്മൾ ആളുകൾ ചെയ്യുന്ന മറ്റൊരു മണ്ടത്തരം. അതായത് കൃത്യമായിട്ട് ഫോക്കസ് ചെയ്തുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനോ ട്രേഡ് ചെയ്യാനോ പറ്റുന്നവർ മാത്രം സ്റ്റോക്കുകളിലേക്ക് ഇറങ്ങുക എന്നുള്ളതായിരിക്കും നന്നാവുക. അല്ലാതെ ഇന്ന് കാലത്ത് ഞാനൊരു ട്രേഡ് എടുത്തു, വൈകിട്ട് വന്നിട്ട് അത് ട്രേഡ് ക്ലോസ് ചെയ്യാനൊക്കെ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ വലിയ നഷ്ടമൊക്കെ ചിലപ്പോൾ വന്നേക്കാം. അപ്പോൾ നമ്മൾ ട്രേഡിലോ ഇൻവെസ്റ്റിലോ ഉള്ള സമയത്ത് കൃത്യമായിട്ടുള്ള ഫോക്കസ് അറ്റൻഷനും കൊടുക്കാൻ പറ്റുന്നവർ ട്രേഡ് ചെയ്യുക എന്നുള്ളതാണ്. ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാരുമായിട്ട് വീഡിയോ ഷെയർ ചെയ്യുക.